നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വേൾഡ് കപ്പ് ക്വാളിഫയേഴ്സിൽ നടന്ന രണ്ട് പ്രധാനപ്പെട്ട മത്സരങ്ങളെ കുറിച്ചാണ്. അർജന്റീന പരാഗ്വയോട് 2-1 പരാജയപ്പെടുന്നു. മറ്റൊരു മത്സരത്തിൽ ബ്രസീൽ 1-1 വെനിസ്വേലയോട് സമനില വഴങ്ങുകയും ചെയ്യുന്നു. നമുക്ക് അർജന്റീന മത്സരത്തിന്റെ സ്റ്റാർട്ട് ചെയ്യാം. ഇത്രയ്ക്കും ഫ്രസ്ട്രേഷൻ കൊണ്ടുവന്നിട്ടുള്ളൊരു മത്സരം അടുത്തടുത്തൊന്നും കണ്ടിട്ടില്ല എന്ന് പറയേണ്ടി വരും. കാരണം 77% പൊസിഷൻ കൺട്രോൾ ചെയ്തു, 650ഓളം പാസ് കൊടുക്കുന്നു, 8 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷേ ആകെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, ഒരു ഗോള്. അതാണ് ഇന്നത്തെ മത്സരത്തിന്റെ ഒരു ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത്. കാരണം കിട്ടിയ ചാൻസുകൾ കൺവേർട്ട് ചെയ്യാൻ അർജന്റീനക്ക് കഴിഞ്ഞില്ല. ഒരു കിടിലൻ സ്റ്റാർട്ട് തന്നെ അർജന്റീനക്ക് കിട്ടി. ഇവിടെ ലൊട്ടാരോ മാർട്ടിനസിന് 11ാമത്തെ മിനിറ്റിൽ ഒരു അടിപൊളി പന്ത് എത്തിച്ചു കൊടുക്കുന്നു. പുള്ളിയുടെ ഫസ്റ്റ് ടച്ച് ഒക്കെ കിഡിലായിരുന്നു, ഫിനിഷിംഗ് അടിപൊളിയായിരുന്നു. അങ്ങനെ 1-0 ലീഡിലേക്ക് അർജന്റീന എത്തുകയും ചെയ്തു. പക്ഷെ അത് മുതലാക്കാൻ കഴിയാതെ പോയ 1-2 ചാൻസുകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് പരാഗ്വൻ ടീമിന് തന്നെയാണ്. കാരണം അവർ കളിയിൽ പിടിച്ചു നിന്നു. 23% പൊസിഷൻ വെച്ചുകൊണ്ട് 8 ചാൻസുകളാണ് അവർ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തത്. 2 ഷോട്ട് ഓൺ ടാർഗറ്റ്, 2 ഗോൾ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു ഗോൾ എന്ന് പറയുന്നത് ആന്റോണിയോ സനാബ്രിയയുടെ ആ ഒരു ബൈസിക്കിൾ കിക്ക് തന്നെയാണ്. എൻ്റെ പൊന്നോ, എമ്മാതിരി ഗോള്! നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക. അപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ നിന്ന് ഒരു ലോങ് ബോള് പരാഗ്വേ റൈറ്റ് വിങ്ങിലേക്ക് കൊടുക്കുന്നു. അവിടുന്ന് ഒരു അടിപൊളി ക്രോസ് ആണ് ബോക്സിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ സനാബ്രിയെ ഒരു ബൈസിക്കിൾ കിക്ക് എടുക്കുന്നു. ഗോൾ കീപ്പർക്ക് യാതൊരു ചാൻസും ഇല്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഷോട്ടാണ് സനാബ്രിയയുടെ കാലെന്ന് നമ്മൾ കണ്ടത്. അങ്ങനെ 1-1 പരാഗ്വേ അർജന്റീനക്കൊപ്പം എത്തി. പിന്നീട് 1-2 ഹാഫ് ചാൻസുകളൊക്കെ അർജന്റീനക്ക് ഉണ്ടായിരുന്നു. മെസ്സിക്ക് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ആൽവരസിന് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇതൊക്കെ പുറത്തേക്ക് അടിച്ച് കളയുന്ന ഒരു അർജന്റീനൻ ടീമിനെ നമ്മൾ കണ്ടു. സെക്കൻഡ് ഹാഫ് തുടങ്ങി. അതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പരാഗ്വേ വീണ്ടും സ്ട്രൈക്ക് ചെയ്തു. സെറ്റ് പീസ് നിന്ന് അടിപൊളി ഒരു പന്ത് ബോക്സിലേക്ക് ഇടുന്നു. അളന്നു മുറിച്ചിട്ടുള്ള ഹെഡർ എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഗോൾ കീപ്പർ ചാടിയൊക്കെ നോക്കി, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അൽഡറട്ടയുടെ ഒരു അടിപൊളി ഗോൾ. അങ്ങനെ 2-1 ലീഡിലേക്ക് പരാഗ്വേ എത്തുകയും ചെയ്തു. പിന്നീട് സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ ഒക്കെ ആകെ മാറി. ഗ്രൗണ്ട് സപ്പോർട്ട് നല്ല രീതിയിൽ തന്നെ പരാഗ്വേക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അർജന്റീന തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറയേണ്ടി വരും. പക്ഷേ അത് വർക്കൗട്ട് ആയില്ല. ഇതൊരു ക്വാളിഫയർ മത്സരമാണെന്നൊക്കെ നമുക്ക് സമാധാനിക്കാം. പക്ഷേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസിന്റെ 7 അയലത്ത് പോലും വരാത്തൊരു പെർഫോമൻസ് ആണ് ഇന്ന് അർജന്റീന ടീമെന്ന് നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 2-1 പരാഗ്വേ വിജയിക്കുകയും ചെയ്തു. മറ്റൊരു മത്സരത്തിൽ വെനിസ്വേല 1-1 ബ്രസീലിനെ സമനിലയിൽ പിടിച്ചു. ശരിക്കും പറഞ്ഞാൽ ബ്രസീൽ ജയിക്കേണ്ട ഒരു കളിയായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ പൊസിഷൻ ബ്രസീലിന്റെ കയ്യിലായിരുന്നു. വിനീഷ്യസ് ജൂനിയർ ഒരു അടിപൊളി സ്റ്റാർട്ട് തന്നെ ബ്രസീലിന് കൊടുത്തു. 1-2 കിടിലൻ റണ്ണൊക്കെ പുള്ളിയുടെ സൈഡിൽ നിന്ന് വരികയും ചെയ്തു. പക്ഷേ 1-0 ലീഡിലുണ്ടായിരുന്ന ബ്രസീൽ അധികം വൈകാതെ 1-1 എന്ന രീതിയിൽ സമനില വഴങ്ങുകയും ചെയ്തു. ഇവിടെ റഫീനിയാണ് സെറ്റ് പീസിൽ നിന്ന് ഒരു അടിപൊളി ഗോള് ബ്രസീലിന് വേണ്ടി അടിക്കുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിൽ 62ാമത്തെ മിനിറ്റിൽ വിനീഷ്യസ് ജൂനിയറിനെ ഗോൾ കീപ്പർ ഫൗൾ ചെയ്യുന്നു. അപ്പോൾ പെനാൽറ്റി കിട്ടി. അൺഫോർച്ചുനേറ്റ്ലി വിനീഷ്യസ് ജൂനിയറിന് ആ പെനാൽറ്റി കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, അത് കയ്യിൽ നിന്ന് പോയി. പിന്നീട് 1-2 കിടിലൻ ചാൻസുകളൊക്കെ വെനിസ്വേലയ്ക്ക് ലഭിച്ചു. പക്ഷേ ക്ലോസ് റേഞ്ചിൽ വെച്ചിട്ടുള്ള ഷോട്ടുകൾ എഡേഴ്സൺ വളരെ ഭീകരമായിട്ട് തന്നെ സേവ് ചെയ്തു. അല്ലെങ്കിൽ വിജയത്തിലേക്ക് പോകേണ്ട ചാൻസുകൾ അവർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എടുത്തു പറയുന്ന മറ്റൊരു ഇൻസിഡന്റ്, റെഡ് കാർഡ് ഇൻസിഡന്റ് ഒക്കെ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയറിന്റെ ടെംപ്ലിമെന്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം പുള്ളി എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദി ബെസ്റ്റ് വിങ്ങർ ആണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. ഗോൾ അടിക്കുന്നുണ്ട്. പുള്ളിയുടെ സ്പീഡ് പലപ്പോഴും ഓപ്പോസിഷൻ ടീമിന് വലിയൊരു ത്രെറ്റ് തന്നെയാണ്. പക്ഷേ കളിയിൽ പലപ്പോഴും അനാവശ്യമായിട്ട് ടെംപ്ലിമെന്റ് നഷ്ടപ്പെട്ട് ഫൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഗ്രസീവായിട്ട് കാണുന്ന വിനീഷ്യസ് ജൂനിയറെ നമ്മൾ കാണുന്നുണ്ട്. പുള്ളി ഓപ്പോസിഷൻ ടീമിനെതിരെ പറയുന്നു, റഫറിക്കെതിരെ പറയുന്നു, ഗ്രൗണ്ട് സ്റ്റാഫിനെതിരെ ഡിസ്കസ് ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ മത്സരത്തിൽ ഉണ്ടായിരുന്നു. അഗ്രസീവായിട്ട് പെരുമാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. ആ ഒരു സ്പിരിറ്റിൽ എടുക്കേണ്ടി വരും. പക്ഷേ എല്ലായ്പ്പോഴും അഗ്രസീവിലാകുന്നത് ചിലപ്പോൾ ടീമിനെ പിറകോട്ട് വലിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് മാത്രമല്ല, മുമ്പ് ഫാൻസിനെതിരെയും ഓപ്പോസിഷന്റെ ഗോൾ കീപ്പറെതിരെയൊക്കെ പ്രതികരിക്കുന്ന വിനീഷ്യസ് ജൂനിയറിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ടെംപ്ലിമെന്റ് ഒന്നുകൂടി കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഗോളിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു റിസൾട്ടിലേക്കോ ബ്രസീലിനെ കൊണ്ടുപോകാൻ
സാധിക്കുന്ന പ്രകടനത്തിലേക്ക് മാറും എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ കിട്ടിയ ചാൻസ് ബ്രസീൽ കളഞ്ഞു കുളിച്ചു. ഇല്ലെങ്കിൽ ഈസി ആയിട്ട് ജയിക്കാനാവുന്ന ഒരു മത്സരമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.